അടുത്തൊരു വിഷയമുള്ളത്, നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങളിത് തുടങ്ങുന്നത് കേട്ടോ എന്നൊരു പറച്ചിലാണ്. അതിൽ നാട്ടിലെന്തെങ്കിലും സാമൂഹ്യ സേവന പ്രവർത്തനമാണെങ്കിലും എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോഴാണെങ്കിലും അതിലേക്ക് പ്രവാസികളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അത് നാട്ടുകാർ മാത്രമല്ല, കുടുംബക്കാരും എന്തെങ്കിലും അവിടുത്തെ ഫംഗ്ഷനുകൾക്ക് അവരെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. അഥവാ അവരെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ കുടുംബം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിലും എന്ത് ചെയ്യൂല, അയാളെത്തൊരു പിരിവേരും എത്തുന്നില്ല. ഇവിടെ സെലക്റ്റീവായിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള കുറച്ച് ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കോമൺ ആയ പൊതുവായ പിരിവുണ്ടാവും, ഒരു 100, 200, 500 ഒക്കെ ആയിട്ട്. എന്നാൽ നമ്മൾ ഗൾഫിൽ പോകുന്ന കലക്ഷന് പോകുന്ന ഏതൊരാളും എന്ത് ചെയ്യും, എല്ലാവരോടും ചോദിക്കും. ഒരാളെയും അതിന് ഒഴിവാക്കപ്പെടുന്നില്ല. അപ്പോൾ പൊതുവെ ഗൾഫുകാരൻ സമ്പന്നനാണ്, വരുമാനമുള്ളവനാണ്, അയാൾ കിട്ടുന്ന റിയാലാണ് അല്ലെങ്കിൽ ദീനാറാണ് എന്നൊരു ബോധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ പൊതുവെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മളോട് അപ്പോൾ ആ ചോദിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരെല്ലാവരും കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് പോണ ആൾക്ക് അറിയില്ല അയാൾ അവിടെ എന്ത് ജോലിയാണ്, എത്ര ശമ്പളമാണെന്ന് ആർക്കും അറിയില്ല. ഒരു പ്രവാസിയാണെന്ന് മാത്രമേ അറിയുള്ളൂ. അവിടെ ചോദിക്കും, ഒരിക്കൽ കൊടുത്താൽ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണു, എപ്പോഴും പ്രവാസികൾ അങ്ങനെ അതേപോലെ നമ്മുടെ നാട്ടിലെന്തെങ്കിലും വിവാഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, പ്രവാസിയുടെ ശമ്പളം എല്ലാവരുടേതുമാണ് എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാട്. അതിലെന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ സദക്ക കൊടുക്കണ്ടോ, നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതിലൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ആളുകൾ ചോദിക്കുന്നുള്ളതോ നിർബന്ധിക്കുന്നു എന്നുള്ളതല്ല നമ്മളിത് കൊടുക്കാൻ നിർബന്ധം. നമുക്ക് കടമുണ്ടെങ്കിൽ ആ കടത്തിനല്ലേ പ്രധാനം. സക്കാത്ത് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടത്തിന് മുൻഗണന കൊടുക്കേണ്ടേ അവൻ. അപ്പോൾ കടമുള്ളൊരു പ്രവാസി അവൻ്റെ കടത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കേണ്ടതുണ്ടോ, കൊടുക്കാൻ എൻ്റെ അടുത്തുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഉടമസ്ഥനാണ്. അങ്ങനെ വളരെ കൃത്യതയോടുകൂടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കണിശമായി മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ എന്നൊരു പ്രവാസി ആവാനല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.